നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിയുള്ളവർക്കായി പ്രവർത്തിക്കുന്ന ശ്രീകാരുണ്യ മിഷൻ ചാരിറ്റബിൾ സ്കൂളിലെ അന്തേവാസി അനു വെള്ളിയാഴ്ചയാണ് മരിച്ചത്. തൊളിക്കോട് സ്വദേശിയായ 26-കാരന് കോളറയുടെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. മരിച്ച അനുവിനൊപ്പം ഉണ്ടായിരുന്ന 10 വയസ്സുകാരനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പരിശോധനയിൽ കോളറ സ്ഥിരീകരിച്ചു. ഇതേ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ള 16 പേർക്ക് പ്രതിരോധ മരുന്നുകൾ നൽകി. കുറച്ച് പേരെയും കൂടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റുകൾ നടക്കുന്ന മുറയ്ക്ക് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, ചികിത്സയും ആരംഭിച്ചു കഴിഞ്ഞു. മരിച്ച അനുവിന്റെ വീട്ടിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. 2017 ശേഷം കേരളത്തിൽ കോളറ മരണം ഉണ്ടായിട്ടില്ല. ഈ വർഷം ഇതുവരെ 9 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോളറ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം അടുക്കുന്നതിനിടെയാണ് ഒരു മരണം സ്ഥിരീകരിക്കുന്നത്. ഒട്ടേറെ പേർക്ക് രോഗലക്ഷണങ്ങളുമുണ്ട്. അതിനാൽ ഉറവിടം കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.